ഫേസ് ചെയ്ത് അതിലൊരു കേസുണ്ട് എന്നുള്ളതാണ് സർവകലാശാലയുടെ നിഗമനം. അപ്പോൾ അതിനനുസരിച്ച് സർവകലാശാലയുടെ ശ്രദ്ധയിൽ ഈ കേസ്, പ്രത്യേകിച്ച് ഞാൻ വൈസ് ചാൻസലറിന് ശേഷം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആദ്യത്തെ ദിവസം മുതൽ തന്നെ നമ്മളതിന് പരിഹാരം കണ്ടുപിടിക്കാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കക്ഷികളെയും ഞാൻ തന്നെ എൻ്റെ ചേംബറിൽ വിളിച്ചു വരുത്തി, പ്രത്യേകിച്ചും എൻജിനീയറിംഗ് ഫാക്കൽറ്റിയുടെ ഡീന്, അവിടുത്തെ തന്നെ പ്രിൻസിപ്പാള്, ഈ പറയപ്പെടുന്ന പ്രൊഫസർ, പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ വിഭാഗമായിട്ട് ബന്ധ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ്, പ്രൊവേഷൻസ് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ പരിഹാരം നിർദ്ദേശിച്ച് അത് നടപ്പിലാക്കാം. അത് നടപ്പിലാക്കാൻ എന്തെങ്കിലും പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഡീൻ എന്ന നിലയ്ക്ക് ശ്രീ മോഹൻ, ഡോക്ടർ മോഹൻ, അദ്ദേഹമാണ് ഇപ്പം ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുമാണ്, അദ്ദേഹം വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. വേണ്ടി വന്നു കഴിഞ്ഞാൽ ആ കോളേജ് ചെയ്യാൻ സൗകര്യം ഇല്ലെങ്കിൽ TKM കോളേജ് അല്ല, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാം എന്ന് വരെ നമ്മളൊരു ഒത്തുതീർപ്പിൽ പലതരം പ്രപ്പോസൽ മറിച്ചും തിരിച്ചു. അവസാനം നമ്മൾ തീരുമാനിച്ച ആ കോളേജിൽ തന്നെ അതേ അധ്യാപകർ തന്നെ അത് ചെയ്തു കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ നടന്നില്ല എന്ന് മാത്രമല്ല, അത് നടത്താതിരിക്കാനുള്ള ഒരു ശ്രമവും കൂടെ ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ചും ഈ ഒരു 3-4 അധ്യാപകർ, ഈ ആർക്കിടെക്ചർ വിഭാഗത്തിലുള്ള 3-4 അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അതിനനുസരണമായിട്ട് അവർ ചില മീറ്റിങ്ങുകളെല്ലാം കൂടി തീരുമാനങ്ങൾ എടുത്ത് യൂണിവേഴ്സിറ്റി അറിയിക്കുന്ന ഒരു പ്രക്രിയ.